കണ്ടോ, നല്ല നാടൻ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇതിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് അമ്മയുടെ രീതിയിൽ ഒരു ഡിഷ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോവുകയാണേ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഞണ്ടിനെ കിട്ടിയിട്ടുണ്ടല്ലോ, ആ ഞണ്ടിനെ അമ്മ പറയുന്നത് അതിൻ്റെ മുഴുവൻ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. കൈ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ വലിയ ഷെല്ല് കളഞ്ഞിട്ട് ബാക്കിയെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മളിത് നന്നാക്കി കഴിഞ്ഞിട്ട് പിന്നെ അധികം കഴുകത്തില്ല. അതുകൊണ്ട് അതിന് മുമ്പ് നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കാം. ഇപ്പോൾ ആ ഞണ്ടിൻ്റെ കാലുകളൊക്കെ ഒടിച്ചു മാറ്റണം. ഇതിൻ്റെ ചെറിയ കാലുകൾ നമ്മൾ ഉപയോഗിക്കില്ല, വലിയ കാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ചെറിയ കാലൊക്കെ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് കത്തി കൊണ്ടോ അതിനെ മുറിച്ചു മാറ്റാം. ഈ പോർഷൻ കളഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ആ ഷെല്ലൊന്ന് മാറ്റണം. നമ്മൾ പറയുന്ന കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുത്താൽ നമുക്കത് എളുപ്പം പൊളിച്ചെടുക്കാൻ പറ്റും. ഇതേ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ആ വലിയ ഷെല്ല അത് നല്ല യെല്ലോ കളറിൽ, അമ്മ പറയുന്ന യെല്ലോ കളറിലിരിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഈ പൂ പോലത്തെ സാധനം ഒന്ന് മാറ്റിക്കളയണം, ബ്ലാക്ക് കളറിൽ അതങ്ങ് മാറ്റിക്കളയണം. ഇപ്പോൾ ഈ ഷെല്ലിൽ നമുക്ക് ആ യെല്ലോ കളർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് നല്ല ടേസ്റ്റാണ് കറിയിലിടാനായിട്ട്. മറ്റേ പൂ പോലത്തെ ഇത് നമുക്ക് മാറ്റണം. അതിനെ രണ്ടായിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് വേണം ഇടാനായിട്ട്. നമുക്ക് കൈകൊണ്ട് തന്നെ അതിനെ ഇത് നല്ല ഫ്രഷ് ഞണ്ടായതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് നമുക്ക് നന്നാക്കി എടുക്കാനായിട്ട്. പിന്നെ ആ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ആ യെല്ലോ പോർഷൻ മാത്രം നമുക്ക് കത്തി കൊണ്ട് എടുത്ത് അതും നമുക്ക് ഞണ്ട് കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ കണ്ടോ, ഇതും നമുക്ക് യൂസ് ചെയ്യണം. അത് നല്ലതാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംഗതിയാണത്. അതേ ആ കളിയും ഞണ്ടിൻ്റെ ബോഡിയും നമ്മൾ എടുത്തിട്ടുണ്ട്. ലെഗ് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല വലിയ കാലാണ്. അപ്പോൾ അതിനെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കത്തി വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഷെല്ല് അതൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ ആ ഷെല്ലൊന്ന് പൊട്ടിച്ച് കൊടുക്കണം. ഇപ്പം ആ ഞണ്ടിൻ്റെ കാല് മുഴുവനായിട്ട് കഴിയുമ്പോൾ അതിനകത്തൊന്നും പിടിക്കത്തില്ല. അപ്പോൾ കത്തി വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കൊടുക്കുക. അതിൻ്റെ ആ ഷെല്ലൊന്ന് ക്രാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ കറിനകത്തോട്ട് ഇടാനായിട്ട്. അപ്പോഴാണ് അതിനകത്തൊക്കെ പിടിക്കുകയുള്ളൂ. അങ്ങനെ വൃത്തിയാക്കി എടുക്കുക. ഞണ്ടെല്ലാം നല്ലതേ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചേരുവകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് നല്ല മസാലയിൽ പൊതിഞ്ഞ് ഒരു മസാലയായിട്ട് ഉണ്ടാക്കിയെടുക്കും. ഞണ്ടിന് അരച്ച് പറ്റാനുള്ള മസാലയ്ക്ക് ഞാനിപ്പോൾ ഒരു 5-6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, 3 വലിയ ഞണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ കറി ലീവ്സ്, ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റാക്കി ഞാനിപ്പോൾ ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ഞണ്ട് വേവിക്കാനായിട്ട് ആദ്യം ഒരു മസാലയിൽ പുരട്ടി വെക്കണം. അപ്പോൾ അതിന് ഒരു 3 സവാള മീഡിയം സൈസ് അല്ലെങ്കിൽ 2 സവാള വലുത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ആ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ഞാനൊരു ചുവന്നുള്ളിയും കൂടെ ഒരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അത് ആഡ് ചെയ്യണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. 2 ചെറിയ അല്ലെങ്കിൽ ഒരു ചെറിയ കുടംപുളി കഷ്ണം, ഒരു നേരിയ പുളിക്ക് വേണ്ടിയിട്ട് മതി. പിന്നെ ആ മിക്സി കഴുകിയ വെള്ളവും കൂടെ, ആ മിക്സി കഴുകിയ വെള്ളവും ആ പാത്രത്തിലൊക്കെ അത് വൃത്തിയാക്കിയിട്ട് അതും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ കൈ കൊണ്ട് തന്നെ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്കതിനെ പുരട്ടി ഒരു കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. നമ്മുടെ ഞണ്ട് ആ മസാലയൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് വരുന്നത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ മസാല എല്ലാത്തിലും പിടിച്ചോളും. അത് കഴിഞ്ഞിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ച് ആദ്യം നമുക്ക് ഞണ്ടിനെ ഈ മസാലയോടെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. കുറച്ചും കൂടെ ഞണ്ട് വേവാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്കതിനെ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കതിനെ മൂടി വെച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം.
ഒലത്താനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതായത് ഒരു 10 അല്ലി ചെറിയ ഉള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്. ഇത് നല്ല കല്ലിൽ വെച്ച് നമുക്ക് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ട് വേണം ഞണ്ട് ഒലത്തിയെടുക്കാൻ. ഇപ്പോൾ ഈ ഞണ്ടിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കുകയാണ്. കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ്സ് എടുക്കുകയുള്ളൂ ഇതിനെ വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ ഷെല്ലിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. പക്ഷേ ആ ഉള്ളിയൊക്കെ അത് കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. കുറച്ച് നേരം കൂടെ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. പാനിൽ ഞാൻ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഞണ്ട് ഒലത്താനായിട്ട്. അതിനകത്തോട് നമ്മൾ ചതച്ച ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ചതച്ച് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഈ കിച്ചണിലാകെ നല്ലൊരു സ്മെല്ലാണ്. വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും കറിവേപ്പിലയും ഒക്കെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് അരിഞ്ഞ് ചേർക്കുന്നതിൽ നല്ലത് എപ്പോഴും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുരുമുളകും കൂടെ ചതച്ച് ചേർക്കുന്നതാണ്. അതും കല്ലയിൽ ചതച്ച് ചേർത്താൽ നല്ല സ്വാദ് കൂടും. അപ്പോൾ അത് പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. നമുക്ക് ടേസ്റ്റ് നന്നായിട്ട് കിട്ടണമെങ്കിൽ കുറച്ചൊരു പാടുണ്ട്. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ടേസ്റ്റും കിട്ടും. ഓരോ പ്രോസസ്സിനും അതിന് വ്യത്യാസമുണ്ട്. ഇനി അതിനകത്തോട്ട് ചതച്ച മുളക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ. നമ്മൾ മറ്റേ മുളക് പൊടി കുറച്ചേ പറ്റിച്ചപ്പോൾ ചേർത്തിരുന്നുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ആഡ് ചെയ്യുക. എന്നിട്ട് മുളക് എളുപ്പം മൂത്തോളും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ വേവിച്ച് വെച്ച ഞണ്ട് ആ ഗ്രേവിയോടുകൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് എടുക്കാം. ചട്ടിയോടുകൂടി നമുക്ക് ഞണ്ട് വേവിച്ചത്, അതിൻ്റെ കുറച്ച് ഗ്രേവിയേ ഉള്ളൂ. അതിനകത്ത് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചട്ടിയൊക്കെ കഴുകി ഒഴിച്ച് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ആ കലത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അതെല്ലാം ഒട്ടും നഷ്ടപ്പെടുത്താതെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പരണ്ട പരുവത്തിൽ, കുറച്ച് ലിക്വിഡ് ഇപ്പോൾ കൂടുതലാണ്. ഇപ്പം ഈ ഞണ്ടിൽ കുറച്ച് വെള്ളം കൂടുതലാണ്. അതിനെ നമുക്ക് യോജിപ്പിച്ചെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വഴറ്റി ചേർത്ത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇതിനകത്ത് പിടിക്കണം. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടിരുന്നാൽ അത് പിടിക്കത്തില്ല. അതിനാണ് സെമി ഗ്രേവി ആയിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് അരപ്പ് പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിൽ നമുക്ക് ഈ ഞണ്ടും ഫ്രൈയോ മസാലയോ എന്താണെന്ന് വെച്ചാൽ നമുക്കതിനെ റെഡിയാക്കി എടുക്കാം.